പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ചെറുപ്പുളശ്ശേരി മെഡ്സോൺ ഡയബറ്റിക് സെന്ററിലെ ഡോക്ടർ സുഹറ മേഡത്തിനോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ കയ്യിൽ ഒരു മുറിവായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മുറിവ് വലിയ മുറിവാണോ ചെറിയ മുറിവാണോ നോക്കുക. വലിയൊരു മുറിവാണ്, അതിന് ബ്ലഡ് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയുള്ള ഒരു ടവല് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് ആ മുറിവിനെ അമർത്തി പിടിക്കണം ഫസ്റ്റ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുറിവിനെ അമർത്തി പിടിക്കുന്ന സമയത്ത് അവിടുത്തെ രക്തക്കുഴലുകൾ ചുരുങ്ങും, അത്തരത്തിൽ ബ്ലീഡിങ് കുറയും. നമ്മൾ എത്ര നേരം പ്രഷർ അപ്ലൈ ചെയ്ത് അമർത്തി പിടിക്കണം എന്ന് ചോദിച്ചാൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് അമർത്തി പിടിക്കണം. ഒരു കാരണവശാലും ആ തുണി ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കരുത്, അത് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൈ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. ആളുടെ ഒരു ഹൃദയത്തിൻ്റെ ലെവലിൽ വേണം കൈ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തും രക്തോട്ടം കുറഞ്ഞ് മുറിവ് നിന്നുള്ള ബ്ലീഡിങ് കുറയാറുണ്ട്. നമ്മളൊരു തുണി കൊണ്ട് അമർത്തി പിടിച്ചു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, തുണി മൊത്തം ബ്ലഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തുണി ഒരു കാരണവശാലും റിമൂവ് ചെയ്യരുത്. അതിൻ്റെ മുകളിൽ വേറൊരു തുണി വെച്ച് നമ്മൾ കൊടുക്കുന്ന ആ പ്രഷർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഐസ് കട്ട അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഒരു തുണിയിലാക്കിയിട്ട് നമ്മുടെ ഈ 2 തുണികളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ആദ്യത്തെ തുണി റിമൂവ് ചെയ്യരുത്, ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരാൾക്ക് മുറിവായി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മുറിവിൻ്റെ മുകളിൽ പോയിട്ട് മഞ്ഞപ്പൊടി ഇടുക. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പം കിട്ടുന്ന മഞ്ഞപ്പൊടിയിലെല്ലാം ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതൊക്കെ മുറി പഴുക്കുന്നതിന് കാരണമാവും. ഇത് മാത്രമല്ല, ഡോക്ടർമാരെ മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടാവും. കറക്റ്റ് മുറിവിൻ്റെ അവസ്ഥ ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു മുറിവിനെ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി കാണിക്കുക. അത്തരത്തിൽ ഒരു കാരണവശാലും ചെയ്യരുത്. മുറിവിൽ നമ്മൾ പ്രഷർ കൊടുത്ത് ആ ബ്ലീഡിങ് കുറഞ്ഞ ശേഷം മാത്രം വേണം മുറി കഴുകാൻ. ഇതെല്ലാവരും അറിയണം. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഐസ് ക്യൂബ് കൊണ്ടുവന്ന് ഡയറക്റ്റ് മുറിയിൽ അപ്ലൈ ചെയ്യുക. അത്തരത്തിൽ ചെയ്യാൻ പാടില്ല. ഐസ് ക്യൂബിനെ നമ്മളൊരു തുണിയിലാക്കി വേണം വെക്കാൻ. ഒരു കാരണവശാലും ഐസ് ക്യൂബ് ഡയറക്റ്റ് തുണിയിൽ വെക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മുറിയിൽ വല്ല ആണിയോ എന്തെങ്കിലും മരോ എന്തെങ്കിലും തറച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് റിമൂവ് ചെയ്യരുത്. നമ്മൾ അതിന് ചുറ്റും എന്തെങ്കിലും തുണി വെച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് വേഗം ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കുണ്ടായതൊരു ചെറിയ മുറിവാണ്, വലിയ ബ്ലീഡിങ് ഒന്നുമില്ല. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പൈപ്പ് വാട്ടറിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം റീസെൻ്റ്ലി ഓപ്പൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ